അങ്ങോട്ട് കഴിഞ്ഞില്ല. ഇപ്പോഴിതാ ഈ പൊങ്കാല കല്ലിന് വേണ്ടി അടിപിടി നടക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ ഉള്ളത്. ഇത് തിരുവനന്തപുരം പാളയം ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിനടുത്തുള്ള ഒരു ചായക്കടയാണ്. അപ്പോൾ ഈ ചായക്കടയിലുള്ള ഇവരെ ഇപ്പോൾ ഫുഡ് സേഫ്റ്റി ഓഫീസർ അടക്കം പോലീസുകാരടക്കം ഇപ്പോൾ ഇവരെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നു. ഇവരുടെ കട പൊളിച്ചു മാറ്റേണ്ടി വരുമെന്നാണ് പറയുന്നത്. ഈ കുടുംബത്തിന്റെ ഒരു ജീവിത മാർഗമാണ് ഈ ചായക്കട. ഇവർ ചെയ്ത കുറ്റം എന്തെന്ന് ഇപ്പോൾ കോർപ്പറേഷനും പോലീസുകാരും പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പൊങ്കാല കഴിഞ്ഞതിന് പിന്നാലെ ഭക്തർ ഉപേക്ഷിച്ചിട്ട് പോയ കല്ല്, ഇവർ കൊണ്ടുവന്ന കല്ലുകൊണ്ട് ഭക്തർ ഉപേക്ഷിച്ച കുറച്ച് കല്ല് ഇവരെടുത്ത് മാറ്റി വെച്ചിരുന്നു. ഇവർ പറയുന്നത് ഈ കല്ല് ഇവിടെ ചായക്കട മുന്നിലായിട്ട് കുറച്ച് പണി നടത്താൻ വേണ്ടിയിട്ടാണ്, ഈ ഭാഗങ്ങളൊക്കെ കുറച്ച് അടയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ കുറച്ച് ചുടുകല്ല്, അതായത് പൊങ്കാലക്കല്ലെടുത്ത് മാറ്റിയത്. എന്നാൽ ഇപ്പോൾ ഇവരോട് പറഞ്ഞിരിക്കുകയാണ് ഈ പൊങ്കാലക്കല്ല് എടുത്ത് മാറ്റിയത് കൊണ്ട് ഇവരുടെ ഈ കട പൊളിച്ചു മാറ്റേണ്ടി വരും, ഈ കട ഇവിടെ തുടരാൻ അനുവദിക്കുന്നില്ല എന്ന് പറയുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പൊങ്കാലക്കല്ല് എന്ന് പറയുന്നത് ഭക്തർ കൊണ്ടുവരുന്ന കല്ലാണ്. ഇക്കഴിഞ്ഞ വർഷം പൊങ്കാല നടത്തിയ സമയത്ത് ഇതുപോലെ തന്നെ ലൈഫ് മിഷന്റെ പേരിൽ പൊങ്കാല കല്ലൊക്കെ എടുത്ത് മാറ്റിയിരുന്നു. എന്നാൽ ആ പൊങ്കാല കല്ല് എവിടെ? ഞങ്ങളും ഇതിനു മുമ്പ് ഒരു വാർത്ത കൊടുത്തിരുന്നു, ഈ പൊങ്കാല കല്ലെല്ലാം കിടന്ന് നശിച്ചു പോകുന്ന ഒരു വാർത്ത കൊടുത്തിരുന്നു. ഇപ്പോൾ ഈ പാവങ്ങൾ പൊങ്കാല കല്ല് എടുത്തു എന്ന് പറഞ്ഞാണ് ഇവരുടെ ജീവിതമാർഗം പോലും മുട്ടിക്കും, ഈ കട പൊളിച്ചു മാറ്റേണ്ടി വരുമെന്ന് പറയുന്നത്. എന്താണ് അവർ പറഞ്ഞെന്താണ് നിങ്ങളെടുത്തത്? നിങ്ങളുടെ പേരെങ്ങനെയാണ്? ലീലയാണ്. അപ്പം പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടെ കട ഇരിക്കാൻ പാടില്ല. ഞാനാണെങ്കിൽ 15,000 കൊടുത്ത് കല്ലിറക്കി പൊങ്കാലയ്ക്ക് തന്നെ ഇറക്കി വീട്ടിൽ കടയ്ക്ക് ഒരു മറച്ച് കെട്ടാനും കൂടെയാണ്. അന്ന് ഇതിനുമ്പേ ഇവിടെ കട വെച്ചിരുന്നപ്പം ഇതേപോലെ പിന്നെ കോർപ്പറേഷനിലും പറഞ്ഞ് കട വൃത്തിയായിട്ട് ഇരുന്നില്ലെങ്കിൽ എടുത്തുകൊണ്ട് പോകും. അതിൻ്റെ പേരിൽ ഞാൻ കുറേ കല്ലിറക്കി കട ഒന്ന് സ്ഥിരീകരിക്കാൻ വേണ്ടി മാത്രമാണ് കല്ലിറക്കിയത്. അപ്പോൾ അവർ വന്ന് പറഞ്ഞ് ഇവിടെ കല്ല് വയ്ക്കാൻ പാടില്ല, ഈ കല്ല് പിന്നെ എടുക്കാൻ വേണ്ടി ലോറിയും കൊണ്ടുവന്ന് എന്നെ പിടിച്ച് മാറ്റി വനിതാ പോലീസ് മോശമായിട്ടൊക്കെ എന്നെ പിടിച്ച് മാറ്റുകയൊക്കെ ചെയ്ത് പിന്നെ അടിക്കാനൊക്കെ കൈ ഓങ്ങി വനിതാ പോലീസ്. നിനക്കെന്തൊരു കാര്യമോട്, നീ കഴിഞ്ഞ പ്രാവശ്യം ഇതല്ല എന്ന് പറഞ്ഞ് എന്നെ മോശമായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളിപ്പോൾ കല്ലുകൊണ്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നോ? ഇറക്കിയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ പൊങ്കാല കഴിഞ്ഞതിന് ശേഷം ഇവിടെ കെട്ടാന്നുള്ള ഒരു ധാരണയിലായിരുന്നു ഇറക്കിയത്. അതിനൊപ്പം നിങ്ങൾ മറ്റു കുറച്ച് കല്ലുകളും കൂടി എടുത്തിരുന്നു അല്ലേ? എത്ര രൂപയ്ക്കാണ് നിങ്ങൾ കല്ലിറക്കിയത്? എനിക്ക് 7,500 രൂപയായി. 7,500 രൂപയ്ക്ക് എത്ര കല്ലിറക്കിയിരുന്നു? 60 കല്ലായി. 60,000 കല്ലോ ഇപ്പൊ ഇറക്കിയത് അല്ലേ? ഓക്കെ. അതായത് പൊങ്കാലക്കാർ എടുത്തതിന് ശേഷം നിങ്ങൾക്ക് അത് എടുക്കാണ്. ഓക്കെ. അതായത് 60,000 കല്ല് ഇവരുടെ സ്വന്തം കാശ് മുടക്കി ഇവർ ഇറക്കി വെച്ചിരുന്നു. ഈ കല്ലുകൾ ഇവിടെ പിറക്കിയ സമയത്താണ്, ഈ കല്ലുകൾ പിറക്കിയെടുത്തുകൊണ്ട് ഇവിടെ ശേഖരിച്ചപ്പോഴാണ് ഇത് കോർപ്പറേഷന് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ കോർപ്പറേഷൻ ഇപ്പോൾ കല്ലിന് വേണ്ടി, കോർപ്പറേഷൻ പോലീസ് എല്ലാം തന്നെ കല്ലിന് വേണ്ടി അടിപിടി കൂടിയിരിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരുടെ സ്വന്തം കല്ല് പോലും ഇവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. പകരം ഈ പൊങ്കാല ദിവസം പൊങ്കാല കഴിഞ്ഞ് മണിക്കൂറുകളായില്ല, പൊങ്കാല നിവേദ്യമൊക്കെ സമർപ്പിച്ച മണിക്കൂറായില്ല, ഇവരുടെ ഈ കട പോലും പൊളിച്ചു മാറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാരാ പറഞ്ഞ? അങ്ങനെ പറഞ്ഞ ഫുഡ് ഓഫീസറാണ്. നീ ഇവിടെ നിന്നെ ഇവിടെ കണ്ടിട്ടില്ല, നീ ഇപ്പം കല്ല് പറക്കാനല്ലേ നീ വന്നത്, നീ എന്നും പോയെന്നൊക്കെയാണ് പറഞ്ഞത്. നീ അല്ലല്ലോ കട ഇട്ടേക്കുന്നത്. ഞാൻ പറയും സാറേ, ഞാൻ 10 വർഷമായി ഇവിടെ കട തുടങ്ങിയിട്ട്, എന്നെ ഇതിന് മുമ്പേ എൻ്റെ സാധനങ്ങളൊക്കെ മോട്ടിച്ചുകൊണ്ട് പോയി ഞാൻ ഇത് പരാതിയൊക്കെ കൊടുത്താണ് എനിക്ക് കിട്ടിയത്. അന്ന് ഇതേപോലെ ചാനലൊക്കെ കൊടുത്ത് അതിൻ്റെ പേരിലാണ് എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് എന്നെ ഉപദ്രവിക്കുന്നത് സാറേ? ഞാൻ ഒരു വിധവയും ഞാൻ മരുന്ന് കുടിച്ചുകൊണ്ടിരിക്കുന്നവളാണ്, ഇപ്പോഴും ചികിത്സയിലാണ്. അവിടെ ചികിത്സയിൽ എനിക്ക് അവിടെ നിന്നുള്ള ആഹാരം തന്നാണ് ഞാൻ ജീവിക്കുന്നത്. എൻ്റെ 2 മക്കളും ദൂരെയാണ് കല്യാണം കഴിച്ച് അയച്ചു. ഞാൻ മാത്രമേ ഉള്ളൂ വീട്ടിൽ. വിധവ, ഭർത്താവ് മരിച്ചിട്ട് പോയിട്ട് 18 വർഷമായി. ഈ ചായക്കടയാണോ നിങ്ങൾ? എൻ്റെ കുടുംബശ്രീ അത് മാറ്റുമെന്നാണ് പറഞ്ഞത്. ഫുഡ് ഓഫീസർ പറഞ്ഞു ഇത് മാറ്റിക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഈ പൊങ്കാലക്കല്ല് പറക്കിയതാണോ? പൊങ്കാലക്കല്ല് അങ്ങനെ പറക്കിയില്ല. അത് ഈ വഴിയിൽ പൊങ്കാലക്കാർ പോകാൻ തടസ്സമായതുകൊണ്ട് ഞാൻ ചാമ്പലും വിറകും കല്ല് ഞാൻ മാറ്റി കൊടുത്തതാണ്. അത്രയേ ഉള്ളൂ. അവർക്ക് വൃത്തിയാക്കി കൊടുത്തു. അവർ ജനങ്ങൾ കൂടെ വന്ന് കല്ലിൽ തട്ടി വീഴുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് കല്ല് മാറ്റി കൊടുത്തതാണ്, മാറ്റി ഇങ്ങോട്ട് വെച്ചതാണ്. ആ മാറ്റി വെച്ച കല്ല് എൻ്റെ കല്ലും കൂടെ വന്ന് ലോറിയിൽ കയറ്റിക്കൊണ്ട് പോയി എന്നെ പിടിച്ച് മാറ്റി തള്ളി മോശമായിട്ട് വനിതാ പോലീസ് അടിക്കാനൊക്കെ പോയി. എന്നെ ഒരുപാട് മോശമായിട്ട് പറഞ്ഞ് അവരിങ്ങനെ പിടിച്ചിറക്കി എന്നെ എന്തെല്ലാം എന്നെ ചെയ്തെന്നറിയാം. ഞാൻ ഒരു ആരും ഇല്ലാത്തതിൻ്റെ പേരിലാണ് എന്നെ ഇവർ ഇങ്ങനെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പറഞ്ഞ് അങ്ങനെ കട ഇവിടെ നാളെ കാണൂല, കട ഞാൻ പൊളിക്കുമെന്ന് ഫുഡ് ഓഫീസർ പറഞ്ഞു. കട കാണൂല എന്ന് പറഞ്ഞ് ഞാൻ കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്ത് ഭർത്താവ് പോലും ഇല്ല.
എനിക്ക് രോഗമാണ്, അസുഖം ആയതുകൊണ്ട് ഒരിടത്തും ജോലിക്ക് പോകാൻ പറ്റൂല. അതുകൊണ്ട് അതിൻ്റെ പേരിൽ ഞാൻ ഒരു കട നടത്തി. അതിൽ ഒരുപാട് വരുമാനമില്ല. ഇവിടെ വല്ല സമരം നടക്കുമ്പോൾ വല്ല നാരങ്ങ വെള്ളമൊക്കെ പോണത് തന്നെ. അങ്ങനെ കിട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്നവളാണ്. എന്നെ കൂടെ വന്ന് ഉപദ്രവിക്കാൻ നടക്കണം. ഞാൻ ഇവിടെ കെട്ടാൻ വെച്ചിരുന്ന കല്ല് പോലും വണ്ടി കയറ്റിക്കൊണ്ട് പോയി. എനിക്ക് പൈസ പോലും കൊടുത്തില്ല. കല്ലിറക്കി ആളിപ്പം വരും. പൈസ പോലും കൊടുത്തില്ല. ഇവിടെ ഒന്നും കച്ചവടമില്ല. ഇനി 2 പേർക്ക് കൂലി കൊടുക്കണം. കൂലിക്ക് നിർത്തിക്കാണ്. ചായ അടിക്കാനൊക്കെ കൂലിക്ക് നിർത്തിക്കണം 2 പേര്. അവരെയൊക്കെ വിളിച്ചൊക്കെ മോശം മാറ്റൊക്കെ എന്തൊക്കെ പറഞ്ഞ് നിൽക്കാനൊന്നും ഇവിടെ കട പൊളിച്ച് മാറ്റുമെന്നൊക്കെ പറയണം. എൻ്റെ കല്ല് പോലും ഞാൻ ഇറക്കി വെച്ചെന്ന് വണ്ടി കയറ്റിക്കൊണ്ട് പോയില്ല സാറ്. ഇങ്ങനെ എന്തിനാണ് ഇവർ? കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പൊങ്കാലയ്ക്ക് ഇവരാർക്കും കൊടുത്തില്ല. ഞാൻ ഒരു കക്കൂസ് കെട്ടാൻ സഹിതം വിധവയാണ്. ഒരു പേപ്പർ കൊടുത്തിട്ടില്ല. 100 കല്ല് പോലും ചെന്ന് ചോദിച്ചിട്ട് എനിക്ക് തന്നില്ല. വീട് കെട്ടാൻ വീടുമില്ല എനിക്ക്. അവിടെയും കെട്ടാൻ ഞാൻ അതേപോലെ അപേക്ഷ കൊടുക്കാൻ പറഞ്ഞ് ഇവർ അപേക്ഷ കൊടുത്തിട്ട് പോലും എനിക്കൊരു 100 കല്ല് ഇവർ തന്നില്ല. എന്തുമാത്രം കയറ്റിക്കൊണ്ട് പോയി. അവിടെ ചെത്ത് പൊളിഞ്ഞ് കിടക്കണം സാറേ. ഞാൻ ഒരു 25 കല്ലെടുത്തിട്ടാണ് ഇവരെല്ലാവരും കൂടെ വണ്ടിയോടെ വന്ന് എന്നെ ഈ റോഡിട്ട് മോശമായിട്ട് പറഞ്ഞ് പിടിച്ചിറക്കിയതും കൈ പിടിച്ചിറക്കി മോശമായിട്ട് പറഞ്ഞത്. ഇവർ പറയുന്ന ഒരു കാര്യം, ഇവരുടെ കാശ് മുടക്കി ഇവർ കല്ലിറക്കിയതാണ്. എന്നാൽ ആ കല്ല് പോലും ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്ത്, അത് കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്ന് വന്ന് എടുത്തിട്ട് പോയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കൂടാതെ ഭീഷണിയും കൂടെ പെടുത്തിയിരിക്കുന്നു. ഇവരുടെ നിത്യജീവിതത്തിന് വേണ്ടിയിട്ട് ഉപകരിക്കുന്ന ഈ ഒരു കട പോലും പൊളിച്ചു മാറ്റുമെന്നുള്ള തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. അവരൊരു പട്ടികജാതിക്കാരായതുകൊണ്ടാണ് ഇവർ ഇത്രയും ഈ പീഡനങ്ങൾ അനുഭവിച്ച് ഇവിടെ ഈ ഉപജീവിത മാർഗം കണ്ടെത്തി പോണത്. അപ്പോൾ ഇതിപ്പോൾ പൊങ്കാല ആയതുകൊണ്ട് അവർ കുറച്ച് കല്ലിറക്കി. കടത്തിനാണ് അവർ കല്ലിറക്കിയത്. അത് പകുതി കല്ല് അവർ കൊടുത്തുണ്ട്. അത് പകുതി കല്ലുള്ളത് കൊടുത്തതുകൊണ്ട് അത് പകുതി കുറച്ച് കല്ല് ഇവിടെ ഇരുന്ന സ്റ്റേഡിയത്തിനകത്ത് ഇരുന്നത് തന്നെ ഒരു പറക്കി ഇതിൻ്റെ കുറച്ച് കൊണ്ട് വെച്ചിരുന്നതുകൊണ്ട് പോലീസും സർക്കിളും എല്ലാവരും കൂടെ വന്നിട്ട് ഇവർ ഇറങ്ങടി നിന്നെ പിന്നെ ഇപ്പം അറസ്റ്റ് ചെയ്യും, നിന്നെ അറസ്റ്റ് ചെയ്താണ് ഞങ്ങൾ കൊണ്ടുപോകാനാണ് വന്നത്. നിന്നോട് ഈ കല്ലെടുക്ക ആര് പറഞ്ഞടി എന്ന് പറഞ്ഞു. നീ വില കൊടുത്ത് വാങ്ങിച്ചത് നീ വിറ്റില്ലേടി, നിനക്ക് കടയിൽ ലൈസൻസ് ഉണ്ടാടി, നിന്റെ കട ഞങ്ങൾ പൊളിച്ച് മാറ്റുമോടി എന്ന് പറഞ്ഞവർ ഭീഷണിപ്പെടുത്തി. ഇനി ഒരു പട്ടികജാതിക്കാരായതുകൊണ്ടാണ് ഇത്ര അപകടന ഇതായിട്ട് 2 പേരെ ഇവിടെ പറഞ്ഞു വിട്ട് അത് നോക്കാൻ വേണ്ടി എഴുതിയെടുത്തോണ്ട് പോയി. ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒരു ഗ്യാസ് പാചക ഗ്യാസാണ് വെച്ചേക്കണത്. അതിനും എന്നെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. വീട്ടിലെ ഗ്യാസ് കൂടെ വെച്ചേക്കണെന്ന് പരാതി വന്ന് പരാതി ആരെന്ന് ചോദിച്ചിട്ട് അവർ പറയണില്ല. ഇങ്ങനെ എന്നെ ഫുഡ് ഓഫീസർ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോറി 2 ലോറി നിറച്ചും വേറെ ആൾക്കാർ കൊണ്ടുപോയി ചെങ്കച്ചുള്ളയിലോട്ടുള്ള. പിന്നെ ആട്ടയിൽ 4 ആട്ട നിറച്ച് ഈ പൊങ്കാല തീർന്നുടനെ ഈ 4 ആട്ടയിലും കൊണ്ടുപോയി. അതെല്ലാം ഇവരാൾക്കാർ തന്നെ അവർ അവിടെ കണ്ടുകൊണ്ടിരിക്കണം. എന്തുകൊണ്ട് അവരെ പിടിക്കാത്തത്? ഞാൻ 25 കല്ലെടുത്തിട്ടാണ് എന്നെ വന്ന് വലിച്ചഴിക്കും പോലെയാണ് ചെയ്തത്. വനിതാ പോലീസ് എന്നെ ചൗക്കട്ടിയിൽ അടിക്കും പോലെയാണ് എന്നെ കൈ കൊണ്ടുവന്നത്. ഞാൻ അവൾപ്പം 2 മണിയൊട്ട് കൂടെ കടയിലിരിക്കണേ. എന്നെ എന്തിനാണ് അവർ ഉപദ്രവിക്കാൻ പോലീസ് കൂടെ വന്ന് തന്നെ ഈ ശല്യമാണ്. ഇപ്പം നാളെ ഇവിടെ പൊളിച്ചു മാറ്റും ഫുഡ് ഓഫീസർ പറയുന്നത്. ഇവിടെ ഇരിക്കാൻ പറ്റില്ല, നീ ഇവിടെ കച്ചവടമൊന്നും ചെയ്തിട്ടില്ല, നിന്നെ ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, നീ കല്ല് പറക്കാനാണ് വന്നത് എന്നെല്ലാം എന്നോട് പറഞ്ഞു. ഞാൻ കട കൊണ്ട് ഞാൻ കല്ല് പറക്കാനല്ല വന്നത്. എൻ്റെ കടയിലത്തേക്ക് വേണ്ടി ഞാൻ ഇറക്കി വെച്ചിരുന്നു പടികളും കെട്ടാനും. പിന്നെ അതിന് വേണ്ടി കുറച്ച് പേർക്ക് ഞാൻ കല്ല് കൊടുത്ത്. ആ കല്ല് അവർ പൊങ്കാല ഇട്ടിട്ട് പോയപ്പോൾ ഞാൻ വഴിയിൽ നിന്ന് തീയും കല്ലും ചാമ്പലെല്ലാം മാറ്റി കൊടുത്തതാണ്. അതാണ് ഇവിടെ കൂട്ടി വെച്ചിരുന്നത്. അവർ പോട്ട് ആൾക്കാർ കാലിലൊക്കെ കൊള്ളാല തട്ടി മുട്ടാലെന്നും പറഞ്ഞിട്ടാണ് വഴിയിൽ നിന്ന് ക്ലീൻ ചെയ്ത് ഞാൻ ഇങ്ങോട്ട് മാറ്റി കൊടുത്ത കല്ലാണ്. ആ കല്ലും എൻ്റെ ഇവിടെ വാങ്ങിച്ചു വെച്ചിരുന്ന കല്ലും മുഴുക്കെടുത്തുണ്ട് അവർ പോയി. ലോറി ചേച്ചി എന്നെ കയ്യിൽ വന്ന പോലീസ് പിടിച്ച് മാറ്റിയിട്ടൊക്കെയാണ് എടുത്തുകൊണ്ട് പോയത്. ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇവരിറക്കിയ പൊങ്കാലക്കല്ല് എന്തിനാണ് ഇപ്പോൾ കോർപ്പറേഷൻ വന്ന് എടുത്തിട്ട് പോകുന്നത്? ഇപ്പോൾ പകുതിയോളം കല്ല് ഇവരുടെ കല്ല് തന്നെ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. പകരം ഇവരെ ഭീഷണിപ്പെടുത്തുന്നു. നാളെ ഈ ഒരു കട ഉണ്ടാകില്ല. ഇവർക്ക് പലതരത്തിലുള്ള ഭീഷണികളാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇതുപോലെ തന്നെ ഇവർ പറയുന്നത് വെച്ചാൽ ഇവർ തന്നെ അറിയാവുന്ന ആൾക്കാർ കല്ല് പറയിക്കൊണ്ട് പോയിട്ട് യാതൊരുവിധ പ്രശ്നങ്ങളും അവർ ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ പോലീസ് അടക്കം വന്ന് ഇവരെ ഭീഷണിപ്പെടുത്തിയും ഈ കട പൊളിച്ചു മാറ്റുമെന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ഇപ്പോൾ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവർ വഴിയോര കച്ചവടമാണ്, ഒരു ചായക്കടയാണ് ഇവിടെ നടത്തുന്നത്. ഈ ചായക്കടയിലെ വരുമാനം കൊണ്ടാണ് ഇവർ ജീവിക്കുന്നത്. എന്നാൽ ഇപ്പോൾ ഇവരാകെ മാനസിക വിഷമത്തിലാണ്. എങ്ങനെയാണ്
നാളെ ഇനി ഈ കട നടത്തുക? നാളെ ഇവർ എന്ത് സമാധാനത്തോടെ ഈ തിരുവനന്തപുരം ഈ സ്ഥലത്ത് കട നടത്തുമെന്നാണ് ചോദിക്കുന്നത്. കാരണം സർക്കാരിൽ തന്നെ ഇവർക്കെതിരായിട്ട് തന്നെ ഇപ്പോൾ ഇവരെ വേട്ടയാടുന്നു എന്നാണ് ഇവർ പറയുന്നത്. ഈ തമ്പാൻ്റെ ആർഎംഎസിലും അശ്വ ജംഗ്ഷനിലും ഈശോട് പത്മനാഭ സ്വാമി ഫ്രണ്ടിലും എല്ലായിടത്തും പ്രൈവറ്റായിട്ട് ആൾക്കാർ വന്ന് ലോറിയിൽ വന്ന് കല്ലുകൾ വാരിക്കൊണ്ട് പോവുകയാണ്. 3-4 ലോഡ് ഇപ്പം തന്നെ ഒരു 10 മിനിറ്റിനകത്തേക്ക് ഫാക്ടറേഷനിൽ തമ്പാൻ്റെ ഒരു ലോഡ് പോയിട്ട് ഇതാരും കണ്ടില്ല. പക്ഷേ ഈ കടയിൽ കല്ലുകൾ വാരി വെച്ചിരിക്കുന്നതിന് മാത്രം കുറ്റങ്ങൾ പറയുന്നത് ഈ കോർപ്പറേഷൻ ഇവിടുത്തെ കോർപ്പറേഷനിലെ ജോലിക്കാർക്ക് മാത്രമേ ഉള്ളൂ. ഈ നന്ദൻകൂടി ഈ നിയമസഭയിലുള്ള കോർപ്പറേഷൻ ജോലിക്കാർക്ക് മാത്രമേ ഉള്ള പ്രശ്നം. ബാക്കിയുള്ള ഒരു കോർപ്പറേഷൻ ജീവനക്കാർക്ക് ഒരു പ്രശ്നമില്ല. പ്രൈവറ്റായിട്ടാണ് ലോറിയിൽ കൊണ്ടുവന്ന ലൈവായിട്ടാണ് ആളുകൾ കല്ലുകൾ വാരി കൊണ്ടുപോകുന്നത്. ഇവിടെ എത്തി കുറച്ച് കല്ല് വാരി വെച്ചിട്ടാണ് ഈ പ്രശ്നം കാര്യം ഇത്രയും ഉണ്ടാകുന്നത് ഈ കോർപ്പറേഷനിലുള്ളത്.